മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സങ്കീർത്തനം 125:3, The book of Psalms chapter 125 verse 3, നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരുന്നാൽ നീതിമാന്മാർ പോലും നീതികേട് പ്രവർത്തിക്കുവാൻ കൈനീട്ടിയേക്കാം. എന്നാൽ ദൈവം അതിനെ അനുവദിക്കുകയില്ല. ചെങ്കോൽ അധികാരത്തെ കുറിക്കുന്നു. നീതിബോധമില്ലാത്തവർ നല്ല മനുഷ്യരുടെ മേൽ അധികാരം നടത്തുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്താൽ സഹിക്കവയ്യാതാകുമ്പോൾ പ്രതികാര നടപടികൾ എടുക്കുവാനും നീതികേടായി എതിർപ്രവർത്തനം ചെയ്യുവാനും ഒരുപക്ഷെ പരീക്ഷയുണ്ടായേക്കാം. എന്നാൽ ദൈവം അതിനിടയാക്കുകയില്ല. ദുഷ്ടന്മാരുടെ ശക്തിക്കും അധികാരത്തിനും അധികം കാലം നിലനിൽപ്പ് ഉണ്ടാവുകയില്ല. ദൈവം അതിനു മുമ്പ് അത്തരം ദുഷ്ടശക്തിയെ ഇല്ലാതാക്കും. ദുഷ്ടന്മാരുടെ ഉപദ്രവം നീതിമാന്മാരുടെ മേലുണ്ടാകുന്ന കാലങ്ങളുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ താമസിച്ച കാലം ഫറവോ രാജാവിന്റെ ക്രൂര പീഡനങ്ങൾ അനുഭവിച്ചു. യാതൊരു ദോഷവും പ്രവർത്തിക്കാതിരുന്ന ദാവീദിനെ സൗൾ രാജാവ് വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ദാവീദ് കാടുനീളെ ജീവൻ രക്ഷിക്കുവാൻ അലഞ്ഞു നടന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിന്റെ ആജ്ഞയനുസരിച്ച് കൂട്ടക്കൊലകൾ നടന്നു. ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോൽ അധികകാലം നീതിമാന്മാരുടെ മേൽ അധികാരം നടത്തുകയില്ല. ദുഷ്ടത പ്രവർത്തിച്ച ഫറവോനും സൈന്യവും ചെങ്കടൽ മുങ്ങി നശിച്ചു. ദാവീദിനെ ഉപദ്രവിച്ച സൗൾ അവസാനം ആത്മഹത്യ ചെയ്തു. നരവേട്ട നടത്തി യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നശിപ്പിക്കുവാൻ മുതിർന്ന ഹിറ്റ്ലറും പത്നിയും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. നാം അനാഥരല്ല. നമുക്ക് വേണ്ടി നീതി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഉപദ്രവം സഹിക്കവയ്യാതാകുമ്പോൾ പ്രതികാര നടപടിക്ക് നാം ഒരുങ്ങിയേക്കാം. നാം തന്നെ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങരുത്. തക്ക സമയം വരുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദുഷ്ടന്മാരുടെ ചെങ്കോൽ തകർക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.